ചില സിനിമകളുണ്ടല്ലേ, കണ്ടു കഴിയുമ്പോഴും നമ്മുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകാത്തവ. ദ ബോയ് ഹു ഹാനസ് ദ വിൻഡ് അങ്ങനൊരു സിനിമയാണ്. പക്ഷെ നിങ്ങൾക്കറിയാമോ, അതൊരു വെറും സിനിമയല്ല, ശരിക്കും നടന്ന അവിശ്വസനീയമായ ഒരു യഥാർത്ഥ കഥയാണ്. പ്രതിസന്ധികളെ അറിവുകൊണ്ട് മാത്രം നേരിട്ട ഒരു കുട്ടിയുടെ കഥ. അപ്പോ ഇന്ന് നമ്മൾ ആ കഥയിലേക്കാണൊന്ന് ഇറങ്ങിച്ചെല്ലാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ദുരന്തത്തിന്റെ കഥയാണ്. വരൾച്ചയും പട്ടിണിയും ഒരു നാടിനെ മുഴുവനായി വിഴുങ്ങുന്ന ഒരവസ്ഥ. അങ്ങനെ ഒരു സാഹചര്യത്തിൽ പ്രതീക്ഷയുടെ ഒരു ചെറിയ തിരുനാളം എങ്ങനെയാണ് കത്തിപ്പിടിക്കുക? അതിന്റെ കഥയാണിത്. അതെ, ആ ദുരന്തത്തിന്റെ നടുവിൽ പാഴ്വസ്തുക്കളിൽ നിന്ന് ഒരു പരിഹാരം കണ്ടെത്തിയ ഒരു കുട്ടിയുടെ കൂടി കഥയാണിത്. ഒരു വശത്ത് തകർച്ച, മറുവശത്ത് പ്രതീക്ഷ. എല്ലാം നഷ്ടപ്പെട്ട ഒരു ജനതയും അവർക്കിടയിൽ നിന്ന് ഉദിച്ചുവന്ന ഒരൊറ്റ ആശയവും. അതാണ് ഈ കഥയുടെ കാതൽ. അപ്പോ നമുക്ക് കഥയുടെ പശ്ചാത്തലത്തിലേക്ക് പോകാം. സമയം 2000ങ്ങളുടെ തുടക്കം. സ്ഥലം ആഫ്രിക്കൻ രാജ്യമായ മലാവിയിലെ വിംബെ എന്ന ഒരു ചെറിയ ഗ്രാമം. ഇവിടെയുള്ളവരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായും കൃഷിയെ ആശ്രയിച്ചാണ്. അപ്പോൾ ഒന്നാലോചിച്ചു നോക്കൂ, മഴയൊന്ന് പിഴച്ചാൽ അവരുടെ ജീവിതത്തിന്റെ താളം മുഴുവൻ തെറ്റും. അതുതന്നെയാണ് അവിടെ സംഭവിച്ചതും. ആദ്യം സംഭവിച്ചത് ഇതാണ്. മഴ നിന്നു. അതോടെ ആ നാടിന്റെ ജീവനാഡിയായ കൃഷി തകർന്നു. വിളകളെല്ലാം കരിഞ്ഞുണങ്ങി. ഇതൊരു പ്രകൃതി ദുരന്തം മാത്രമായിരുന്നില്ല, കാര്യങ്ങൾ കൂടുതൽ വഷളാകാൻ പോവുകയായിരുന്നു. ഈ അവസരം മുതലെടുക്കാൻ സർക്കാരിലെ അഴിമതിക്കാരും കച്ചവടക്കാരും ഒത്തുകൂടി ജനങ്ങളെ സഹായിക്കുന്നതിനു പകരം അവർ ധാന്യങ്ങൾ പൂഴ്ത്തിവെച്ചു. ഫലമോ, വിലകൾ ആകാശത്തോളം ഉയർന്നു. സാധാരണക്കാർക്ക് ഒരു നേരത്തെ ഭക്ഷണം പോലും കിട്ടാതായി. ഓരോ വീടും പട്ടിണിയുടെ വക്കിലേക്ക് നീങ്ങുകയായിരുന്നു. ശരിക്കും ഭയാനകമായ ഒരവസ്ഥ. ഇങ്ങനെയുള്ള ഒരു ഇരുണ്ട സാഹചര്യത്തിലാണ് നമ്മുടെ കഥാനായകൻ വരുന്നത്. വില്യം ക്വാംബ. വെറും 13 വയസ്സുള്ളൊരു മിടുക്കൻ പയ്യൻ. ശാസ്ത്രത്തോടൊക്കെ ഭയങ്കര കൗതുകമാണവന്. പക്ഷേ വിധി അവനോടത്ര ദയ കാണിച്ചില്ല. വീട്ടിലെ പട്ടിണി കാരണം അവന്റെ സ്കൂൾ ഫീസ് അടയ്ക്കാൻ പറ്റിയില്ല. അങ്ങനെ പഠനം പാതിവഴിയിൽ നിർത്തേണ്ടി വന്നു. നിങ്ങൾക്കറിയാമോ, വില്യം വെറുമൊരു കുട്ടിയായിരുന്നില്ല. ആളുകൾ ഉപേക്ഷിച്ച പഴയ റേഡിയോകളൊക്കെ നന്നാക്കുക, കേടായ ബാറ്ററികളിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കാൻ നോക്കുക, ഇതൊക്കെയായിരുന്നു അവന്റെ ഹോബി. പഠിക്കാനായിരുന്നു ഏറ്റവും വലിയ ആഗ്രഹം. പക്ഷേ പട്ടിണി കാരണം സ്കൂളിന്റെ വാതിലും മുന്നിലടഞ്ഞു. പക്ഷെ ചിലപ്പോൾ അങ്ങനെ ഒരു പ്രതിസന്ധി വരുമ്പോഴാണല്ലോ നമ്മൾ സ്വന്തമായി ഒരു വഴി കണ്ടെത്താൻ നിർബന്ധിതരാവുന്നത്. സ്കൂളിൽ നിന്ന് പുറത്തായെങ്കിലും വില്യം തോൽക്കാൻ തയ്യാറായിരുന്നില്ല. അറിവ് നേടാനുള്ള വഴിയൊന്നും അവൻ ഉപേക്ഷിച്ചില്ല. അവൻ നേരെ പോയി ടീച്ചറോട് സംസാരിച്ചു. ലൈബ്രറി ഉപയോഗിക്കാൻ ഒരു അനുവാദം ചോദിച്ചു. ആരും തിരിഞ്ഞു നോക്കാതെ പൊടിപിടിച്ചു കിടന്ന ആ പുസ്തകങ്ങൾക്കിടയിൽ അവനൊരു നിധി കണ്ടെത്തി. അറിവിന്റെ ഒരു പുതിയ ലോകം തന്നെ അവനു മുന്നിൽ തുറന്നു. അപ്പോൾ അവന്റെ മനസ്സിൽ ഒരൊറ്റ ചോദ്യമേ ഉണ്ടായിരുന്നുള്ളൂ. ഭക്ഷണമില്ല, പണമില്ല, സഹായിക്കാൻ ആരുമില്ല. ഇങ്ങനൊരവസ്ഥയിൽ ഇത്രയും വലിയൊരു ക്ഷാമത്തെ എങ്ങനെയാണ് നേരിടുക? എന്താണൊരു വഴി? ആ ചോദ്യത്തിനുള്ള ഉത്തരം അവനെ കാത്ത ലൈബ്രറിയിലെ ഒരു പഴയ പുസ്തകത്തിന്റെ താളുകളിലുണ്ടായിരുന്നു. പുസ്തകത്തിന്റെ പേര് യൂസിംഗ് എനർജി, ഊർജ്ജം ഉപയോഗിക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു പുസ്തകം. അതെ, അതായിരുന്നു അവന്റെ പുതിയ ആയുധം. ആ പുസ്തകത്തിലെ ഒരൊറ്റ ചിത്രം അതായിരുന്നു എല്ലാം മാറ്റിമറിച്ചത്. ഒരു കാറ്റാടിയന്ത്രത്തിന്റെ ചിത്രം. വളരെ ലളിതമായി തോന്നാവുന്ന, എന്നാൽ അവിശ്വസനീയമാം വിധം ശക്തമായൊരാശയം. ഒന്നാലോചിച്ചു നോക്കൂ, കാറ്റിൽ നിന്ന് വൈദ്യുതിയുണ്ടാക്കാം. ആ വൈദ്യുതി ഉപയോഗിച്ച് പമ്പ് പ്രവർത്തിപ്പിച്ച് വെള്ളമടിക്കാം. വെള്ളം കിട്ടിയാൽ വരണ്ട ഭൂമിയിൽ വീണ്ടും ജീവൻ തുടിക്കും. അങ്ങനെ വില്യമിനൊരു വഴി കിട്ടി, ഒരു കിടിലൻ ആശയം. പക്ഷേ അവന്റെ മുന്നിലെ അടുത്ത ഏറ്റവും വലിയ തടസ്സം വരൾച്ചയോ പട്ടിണിയോ ആയിരുന്നില്ല. അത് സ്വന്തം അച്ഛൻ തന്നെയായിരുന്നു. അവരുടെ കാഴ്ചപ്പാടുകൾ തമ്മിൽ വലിയ അന്തരമുണ്ടായിരുന്നു. അച്ഛൻ ട്രൈബൽ ചിന്തിച്ചത് അന്നന്നത്തെ കാര്യമാണ്. ഇന്ന് എങ്ങനെ പട്ടിണി മാറ്റാം, നാളത്തെ കാര്യം പിന്നെ നോക്കാം. മാറ്റങ്ങളെ, പ്രത്യേകിച്ചും മകന്റെ ഈ ഭ്രാന്തൻ ആശയങ്ങളെ അദ്ദേഹത്തിന് പേടിയായിരുന്നു. എന്നാൽ വില്യം കണ്ടതോ, അവൻ നാളെയെക്കുറിച്ചുള്ള സ്വപ്നങ്ങളാണ് കണ്ടത്. ശാസ്ത്രം കൊണ്ട് ഈ അവസ്ഥ മാറ്റാൻ കഴിയുമെന്നുള്ള ഉറച്ച പ്രതീക്ഷയിലായിരുന്നു അവൻ. അച്ഛന്റെ കണ്ണിൽ വില്യം ചെയ്യുന്നത് വെറും സമയം കളയലാണ്, ഒരു കുട്ടിക്കളി. ചുറ്റും ആളുകൾ പട്ടിണി കിടന്ന് മരിക്കുമ്പോൾ അവൻ കുറെ പാഴ്വസ്തുക്കൾ വെച്ച് കളിക്കുന്നു. ആ അച്ഛൻ അത് സഹിക്കാൻ പറ്റുമായിരുന്നില്ല. അതിജീവനത്തിനായുള്ള പോരാട്ടത്തിനിടയിൽ മകന്റെ ഈ ഭ്രാന്ത് അദ്ദേഹത്തിന് താങ്ങാനാവുന്നതിലും അപ്പുറമായിരുന്നു. പക്ഷേ വില്യമിന്റെ അമ്മ അവന് പൂർണ്ണ പിന്തുണ നൽകി. പിന്നെ എത്ര എതിർത്തിട്ടും തോൽക്കാൻ തയ്യാറല്ലാത്ത മകന്റെ ആ വാശി, അത് കണ്ടപ്പോൾ ട്രൈബലിന്റെ മനസ്സൊന്ന് മാറി. അദ്ദേഹം തന്റെ എല്ലാ ഭയവും മാറ്റിവെച്ചു. എന്നിട്ട് മകന്റെ സ്വപ്നത്തിൽ വിശ്വസിക്കാൻ തീരുമാനിച്ചു. ആ തീരുമാനം ചെറുതായിരുന്നില്ല. കാരണം ആ വിശ്വാസത്തിന്റെ പുറത്ത് ആ കുടുംബത്തിന്റെ ആകെയുള്ള സമ്പാദ്യമായ തന്റെ സൈക്കിൾ അദ്ദേഹം വില്യമിന് പൊളിച്ചു പണിയാനായി കൊടുത്തു. അങ്ങനെ ആ വലിയ ദൗത്യം തുടങ്ങി. അതൊരിക്കലും വില്യമിന്റെ ഒറ്റയാൾ പോരാട്ടമായിരുന്നില്ല.
അടുത്തുള്ള ആക്രിക്കടയിൽ നിന്ന് ശേഖരിച്ച പഴവസ്തുക്കൾ, അച്ഛൻ ത്യജിച്ച ആ സൈക്കിൾ, പിന്നെ സഹായിക്കാൻ ഒപ്പം കൂടിയ കൂട്ടുകാരും എല്ലാം കൂടി ചേർന്നപ്പോൾ അതൊരു നാടിന്റെ തന്നെ പരിശ്രമമായി മാറി. അവസാനം ആ കാറ്റാടിയന്ത്രം ആദ്യമായി കാറ്റിൽ കറങ്ങാൻ തുടങ്ങിയപ്പോൾ സത്യം പറഞ്ഞാൽ അത് വെറുമൊരു യന്ത്രമായിരുന്നില്ല കറങ്ങിയത്. ആ ഗ്രാമത്തിന്റെ മുഴുവൻ പ്രതീക്ഷയായിരുന്നു അവിടെ ചിറകുവിരിച്ചത്. ഒരൊറ്റ കാറ്റാടിയന്ത്രം, അത് ആ ഗ്രാമത്തിന്റെ തലവിധി തന്നെ മാറ്റിമറിച്ചു. അതവർക്ക് വെള്ളം മാത്രമല്ല തിരികെ നൽകിയത്, അവർക്ക് നഷ്ടപ്പെട്ടുപോയ പ്രതീക്ഷ കൂടിയായിരുന്നു. അപ്പോ മലാവിയിലെ ആ ചെറിയ ഗ്രാമത്തിൽ നടന്ന ഈ കഥയ്ക്ക് ഇന്ന് ഈ ലോകത്തോട് എന്താണ് പറയാനുള്ളത്? എന്തിനാണ് ഈ കഥ ഇത്ര പ്രധാനപ്പെട്ടതാകുന്നത്? അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. വില്യമിന്റെ കഥ നമ്മളെ ഒരുപാട് കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഒന്നാമത്, കാലാവസ്ഥാ വ്യതിയാനം പോലുള്ള പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ആരെയാണ്? ഇതുപോലുള്ള ഗ്രാമീണ സമൂഹങ്ങളെയാണ്. പിന്നെ യഥാർത്ഥ പ്രതിരോധമെന്താണ്? അത് വിദ്യാഭ്യാസവും അറിവുമാണ്. അതുപോലെ യുവാക്കൾക്കൊരവസരം കൊടുത്താൽ അവർക്ക് വലിയ പ്രശ്നങ്ങൾക്ക് പോലും പരിഹാരം കാണാൻ സാധിക്കും എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണത്. ഏറ്റവും പ്രധാനമായി, ഭരണകൂടങ്ങൾ പരാജയപ്പെടുമ്പോൾ അതിൻ്റെ വില കൊടുക്കേണ്ടി വരുന്നത് എപ്പോഴും സാധാരണക്കാരാണ്. ഇതൊന്നും പണ്ട് നടന്ന കഥയല്ല. ഇന്നും ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇതാണ് സത്യം. അപ്പോൾ അവസാനം നമ്മൾ സ്വയം ചോദിക്കേണ്ട ചോദ്യം ഇതാണ്: നമ്മൾ തന്നെ സൃഷ്ടിച്ചുവെച്ച ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ അടുത്ത തലമുറയ്ക്ക് വില്യമിനെ പോലുള്ള കുട്ടികൾക്ക് വേണ്ടത്ര അറിവും അവസരങ്ങളും നമ്മൾ നൽകുന്നുണ്ടോ? വില്യം കംകോംബയുടെ ജീവിതം ഒരു വലിയ ഓർമ്മപ്പെടുത്തലാണ്. ഒരൊറ്റ പുസ്തകത്തിന്, ഒരൊറ്റ ആശയത്തിന്, ഒരു കുട്ടിയുടെ നിശ്ചയദാർഢ്യത്തിന് ഒരു ലോകത്തെ തന്നെ മാറ്റിമറിക്കാൻ സാധിക്കും എന്നതിൻ്റെ ഓർമ്മപ്പെടുത്തൽ.